ഹായ്, ഞാൻ സുഗതകുമാരി. വെൽക്കം ടു ആര്യ രാജ്. നമ്മുടെ വീഡിയോയിലോട്ട് കിടന്നാലോ. ഇന്ന് ഞാൻ ഒരു പാവയ്ക്ക നടൽ രീതിയും അതിനെ സംരക്ഷിക്കാനുള്ള ഒരു പുതിയ രീതി, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. പുഴുവിന്റെ ആക്രമണത്തിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ടിപ്പ് അത് കാണിച്ചു തരാം. നമുക്ക് എന്തായാലും പാവയ്ക്ക നടൽ രീതിയിലോട്ട് പോയാലോ. ഇത് കണ്ടോ, എൻ്റെ പാവയ്ക്ക അതാ കാച്ച് എല്ലാം കഴിഞ്ഞു. അതാ പട്ട് ഒരു പരുവായി നിൽക്കുകയാണ്. കണ്ടോ ഇതാ ഒരു പരുവോ, എല്ലാം കാച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിനെ ഇവിടെ നിന്ന് പുഴുത് മാറ്റിയിട്ട് വേറെ ഇവിടെ നടണം. അതിലേക്ക് വേണ്ടി പാവലിന്റെ വിത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ അതിനെ വെള്ളത്തിലിട്ട് കുതിർത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പൊ അത് നടുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. വരൂ. ഇത് കണ്ടോ, ഒരു ബക്കറ്റ്. ഇത് ഞാൻ മുമ്പ് ചെടി നട്ടിരുന്നതാണ്. കണ്ടോ, ഇതിന് ഹോളുണ്ട്. 1, 2, 3 വലിയ ഹോളാണ് ഇട്ടിട്ടുള്ളത്. ഇത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി നമുക്കിതിനെ ഈ ഹോളിനെ ഒന്ന് അടച്ചു വെക്കണം. ഇതുപോലെ ടൈൽസിന്റെ ഓടോ നമ്മുടെ ചട്ടി പൊട്ടിയ ഓടോ എന്തെങ്കിലും ഓടെടുത്ത് നമ്മൾ ഇതുപോലെ ഈ ഹോൾസിനെ ഒന്ന് അടച്ചു വെക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ ഊർന്നു പോകാൻ, ഇല്ലെങ്കിൽ മണ്ണ് കട്ട പിടിച്ച് സെറ്റായി പോയാൽ പിന്നെ ഇതിന് വേര് ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് അടച്ചു വെക്കുന്നത്. അപ്പോഴേ ഇതിന്റെ അടിയിൽ കൂടെ വെള്ളം അങ്ങ് ഊർന്നു പോവുകയും ചെയ്യും, ആവശ്യത്തിന് വെള്ളം പിടിച്ചെടുക്കുകയും ചെയ്യും. നമുക്ക് നടാം. ഇതുപോലെ കുറച്ച് പുല്ല് ഇതുപോലെ ഉണങ്ങിയ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിന്റെ ഇടയിലൊക്കെ നിൽക്കുന്ന കളകളെയൊക്കെ പറിച്ച് ഇതുപോലെ ഒരു ബോക്സിലോ ചാക്കിലോ എന്തിലെങ്കിലും ആക്കി വെച്ച് ഇത് അവിടെ ഇരുന്ന് ഉണങ്ങും. അപ്പൊ നമുക്ക് ഈ ചെടി നടുമ്പോൾ അതിന്റെ അടിയിലിടാം. കരിയിലയ്ക്ക് പകരം ഇതായാലും മതി. ഞാനിപ്പോ കരിയിലയ്ക്ക് പകരം കുറച്ച് ഈ വാടിയ പുല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിയിലോട്ട് കുറച്ച് കോഴിക്കാര ഇട്ട് കൊടുക്കുക. കുറച്ച് കോഴിക്കാര. എന്നിട്ട് വീണ്ടും കുറച്ച് കരിയില, ഉണങ്ങിയ പുല്ല് ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് മണ്ണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ മണ്ണും കൂടെ ഇടണം, എങ്കിൽ ഇത് അഴുവിച്ചേർന്ന് നല്ല വളമായി മാറുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മണ്ണ് കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും കുറച്ച് കോഴിക്കാരം കൂടെ ഇടാം. കോഴിക്കാരം അടിയിലോട്ട് ഇടണം, കൂടുതലും മേളിലോട്ട് ഇടണ്ട. എന്ന് വെച്ചാല് ചൂടുള്ള സാധനം ആയതുകൊണ്ട് അടിയിലോട്ട് കിടന്നോട്ട്. ഇത് പൊടിച്ച് കയറുമ്പോൾ നമുക്ക് അടിയിൽ ചെന്നത് വളം അത് സ്വീകരിച്ചോളും. വീണ്ടും കുറച്ച് മണ്ണ് കൂടെ ഇടാം. ചെടി നടാറായി. അപ്പൊ നമ്മള് കുറച്ച് ചാണകം, ഇട്ടതിന് ശേഷം കുറച്ച് ചകിരിച്ചോറ്. എന്നിട്ട് നമ്മൾ വിത്ത് ഇടുമ്പോൾ വിത്ത് പെട്ടെന്ന് പൊടിച്ചു വരണമെങ്കിൽ ചാണകവും ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സായി കിടക്കുമ്പോഴാണ് ഇതിന് പൊടിച്ചു വരാൻ നല്ല സൗകര്യം. അതുകൊണ്ട് കുറച്ച് ചകിരിച്ചോറ് അങ്ങനെ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് പരുവം വരുത്തണം. ഇങ്ങനെ നടുന്നത് കൊണ്ടാണ് എനിക്ക് നല്ല കായ്ഫലം കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഞാൻ ഈ പാവയ്ക്ക പറിച്ച് കറി വെക്കുന്നത് കൊണ്ട് ഞങ്ങളിവിടെ ആർക്കും ഷുഗറിന്റെ അസുഖം കുറവ് കേട്ടോ. മുമ്പെന്നൊക്കെ ചേട്ടൻ നല്ല ഷുഗറിന്റെ അസുഖം ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പാവയ്ക്കെങ്കിലും കിട്ടും. ഒരു ഉള്ളിയും ഇട്ട് ഞങ്ങൾ അതിനെ മെഴുക്ക് വരട്ടാറുണ്ട്, തോരൻ വയ്ക്കാറുണ്ട്. കൊച്ചുമക്കൾ കഴിക്കാറില്ല കേട്ടോ, എന്നാലും നമ്മൾ വലിയവര് കഴിക്കും. അത് കാരണം നമുക്ക് വലിയവർക്ക് ഷുഗർ ഒന്നുമില്ല. കൊച്ചു പിള്ളേർക്ക് ഇനി സമയമുണ്ടല്ലോ അവർക്ക് കഴിക്കാൻ. അവരിപ്പൊ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, അവർ വലുതാവട്ടെ, കൊച്ചുകുട്ടികളല്ലേ. ഇനി ഇതിലോട്ട് നമുക്ക് ഞാൻ ഒരു ദിവസം മൊത്തം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പാവല വിത്ത് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. എല്ലാം മുഴുക്കണ്ട കിലുങ്ങുന്നത് കണ്ടോ, വെയിറ്റും ഉണ്ട്. ഈ വെയിറ്റ് ഇല്ലാതെ വെറുതെ കിലുങ്ങണതായ ഇതിനകത്ത് കുരു കാണില്ല. അത് പൊടിക്കില്ല. നമ്മൾ വെറുതെ നട്ട് പരീക്ഷിക്കാതിരിക്കണ്ട കേട്ടോ. ഇതുപോലെയുള്ള നല്ല വിത്തെടുത്ത് നമ്മൾ നടണം. നമുക്കിതിനകം നട്ടു കൊടുക്കാം. ഒരുപോലെ മറ്റുള്ള വിത്തിനെക്കാളും താഴ്ത്തണം. മറ്റുള്ള ഈ ചെറിയ വിത്തുകളൊക്കെ നമ്മൾ നടുമ്പോൾ ഇങ്ങനെ വേണ്ട. ഈ വലിയ വിത്തൊക്കെ ശകലം താഴ്ത്തി തന്നെ
നടണം. അങ്ങനെ ഇതിലോട്ട് നട്ടു വെച്ചിട്ട് നമുക്ക് ഇതിലൊരു 3-4 വിട്ടിട്ട് ബാക്കി പൊടിച്ചതിന് ശേഷം അടർത്തിയെടുത്ത് വേറെ ഏതെങ്കിലും ബോക്സിലോ ഇല്ലെങ്കിൽ തറയിലോ എവിടെയെങ്കിലും കൊണ്ട് നട്ടുവെച്ചാൽ നമുക്ക് ആവശ്യമായ പാവയ്ക്ക നമുക്ക് ഇതിന്ന് പറിച്ചെടുക്കാൻ സാധിക്കും. പാവയ്ക്ക കൊണ്ടുള്ള ഗുണങ്ങൾ അറിയാമല്ലോ. പഞ്ചസാരയുടെ അസുഖത്തിനും മറ്റുള്ള എല്ലാ വിഷാംശവും നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയാൻ വേണ്ടി നമുക്ക് ഈ പാവയ്ക്ക കഴിക്കുന്നത് സഹായിക്കും. അതുകൊണ്ട് പാവയ്ക്ക നമ്മൾ നട്ടു വളർത്തണം. ഈ പാവയ്ക്കയ്ക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, എന്തെന്നറിയോ, നല്ല ചുവയാണ്. നമുക്ക് ഒരു ദിവസം ഒത്തിരി മീൻ കിട്ടിയില്ലെങ്കിൽ തന്നെ ഉള്ളിയും പച്ചമുളകും പാവയ്ക്കയും കൂടെ ചേർത്ത് വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു കമർപ്പും ഒരു മധുരവും ഒരു എരിവും എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതുപോലെ 2-3 പാവൽ നട്ട് നമ്മൾ വീട്ടിന്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് ഈ ജനലിന്റെ അമ്പിയിലുണ്ടല്ലോ അതിലിങ്ങനെ കയറ് കെട്ടി കൊടുത്ത് ഇങ്ങനെ പടർത്തിയാലും മതി, അത് പടർന്നു വരും. പുഴുവൊക്കെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയേ ഒരു നല്ല ടിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മളിതാ നട്ട് കഴിഞ്ഞു. ഇതിനോട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഞാനേ അന്ന് പറഞ്ഞില്ലേ നാടകത്തിന്റെ കേസ്, ചാർലി ചാപ്ലിൻ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ചാർലി ചാപ്ലിൻ്റെതേ കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു കേട്ടോ, ഞാനൊന്ന് മറന്നുപോയി. കാര്യം എന്തെന്ന് വെച്ചാല് ഈ തിരുമല രാമചന്ദ്രൻ സീരിയൽ ആർട്ടിസ്റ്റാണ്, സിനിമ ആർട്ടിസ്റ്റാണ്, അറിയാലോ നിങ്ങൾക്കൊക്കെ. അതായിരുന്നു ഈ ചാർലി ചാപ്ലിന് ഒപ്പം നിന്ന പെയർ എന്ന് വെച്ചാൽ അത്രത്തോളം മെയിൻ പാർട്ട് പോലെ ആയിരുന്നു. നല്ല കോമഡി ആർട്ടിസ്റ്റാണ്. പോയിട്ട് രാജൻ ഗോപാൽ, ചെറുനീർ രാജൻ ഗോപാൽ, ആ ആളായിരുന്നു നമ്മുടെ സമിതിയുടെ തന്നെ സെക്രട്ടറി. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയാതിരിക്കുന്നത് തെറ്റല്ലേ. അങ്ങനെ ഈ ചാർലി ചാപ്ലിനിലെ ഈ അമ്മയെ പരിരക്ഷിക്കുന്നത് ഈ തിരുമല രാമചന്ദ്രനായിരുന്നു. ഈ തിരുമല രാമചന്ദ്രൻ ആയിരുന്നു എൻ്റെ കൂടെ. എന്ന് വെച്ചാൽ ഞാനതിൽ അമ്മയായിട്ട് അഭിനയിച്ചപ്പം കൂടുതലും അറ്റാച്ച്മെന്റ് ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ചാർലി ചാപ്ലിന്റെ കാമുകിയായിട്ട് അഭിനയിച്ചെന്ന്. അങ്ങനെ ആ നാടകം ഒത്തിരി അഭിനയിച്ചു, ഒത്തിരി സ്റ്റേജുകൾ നമ്മൾ പോയി, നല്ല വിജയമായിരുന്നു. മുതലാളി പുതിയ വണ്ടിയും എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പെർമനന്റ് സീറ്റും അങ്ങ് തന്നു. അങ്ങനെ പോകാനും വരാനും ഒക്കെ നല്ല സൗകര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ അടുത്ത നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ആ നാടകത്തിൽ എനിക്ക് ഊർമിള എന്ന വേഷമായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരുവിന്റെ മകളായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത്. ഓഹ്, ആ ഓർമ്മകളൊക്കെ എന്തോന്ന് രസമായിരുന്നെന്നറിയാമോ. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ, പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം എന്ന് പറഞ്ഞതുപോലെയാണ് ആ കാര്യങ്ങൾ. ഇപ്പോഴും എനിക്ക് നല്ല മോഹമുണ്ട് കേട്ടോ, ഒന്നുകൂടെയൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സാഹചര്യം വരട്ട് നോക്കാം. ഇനി ബാക്കി അടുത്ത ദിവസം നമുക്ക് പാവയ്ക്ക കൃഷിയിലോട്ട് പോകാം. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ പുതിയ ട്രിക്ക്. ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ട ഒരു സൂത്രം ഇതാണ്. നമ്മുടെ ഈ വെള്ളം വാങ്ങുന്ന ടിന്നോ മറ്റ് എണ്ണ വാങ്ങുന്നതോ എന്ത് ടിന്നായാലും, സോഡ വാങ്ങുന്നതോ ഇതുപോലെ ടിന്നുകൾ നമ്മൾ ശേഖരിച്ച് വെക്കണം. മുമ്പൊക്കെ ഞാൻ ഇതുപോലെ കവർ കെട്ടിയിടുമായിരുന്നു. കവറും കെട്ടിയിടാം കേട്ടോ, ഇതുപോലെ കവർ കെട്ടിയിടാം. ഇങ്ങനെയും ചെയ്യാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇതുപോലുള്ള ഒരു കുപ്പി എടുക്കണം, അടപ്പിന് നമ്മളങ്ങ് ഊരി മാറ്റണം. അതിനുശേഷം ഒരു കത്തി വെച്ച് നമ്മളിതാ ഇങ്ങനെ പകുതി ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ട, കട്ട് ചെയ്ത് അങ്ങ് വിടണ്ട, ഇങ്ങനെ വയ്ക്കണം. കുറച്ച് ഇങ്ങനെ ആക്കി വയ്ക്കണം. അതിനുശേഷം നമ്മുടെ ഇതുപോലുള്ള ചെറുത് നീളത്തിലുള്ളതാണെങ്കിൽ നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റി അങ്ങ് വിട്ടിരുന്നാൽ മതി. ഒരു കയറോ എന്തെങ്കിലും എടുത്ത് ഇവിടെ കെട്ടണം. കെട്ടേണ്ടതാണെങ്കിൽ കെട്ടണം, അല്ലെങ്കിൽ കെട്ടണ്ട. നമ്മളതങ്ങ് വിട്ടുകൊടുത്ത് അതങ്ങ് തട്ടി ഇതുപോലെ ഇങ്ങനെ തട്ടി അങ്ങ് നിന്നോളും. ഇങ്ങനെ ഇവിടെ വച്ച് ഒരു കെട്ട് ആദ്യം ഇങ്ങനെ കെട്ടണം. കണ്ടോ, കെട്ടിയതിന് ശേഷം നമ്മൾ ഈ പാവയ്ക്കയുടെ തണ്ടിലോട്ട് കൂടെ ഒരു കെട്ട് ഇങ്ങനെ കെട്ടി സ്ട്രോങ് ആക്കി കൊടുത്ത 2 കെട്ട് കെട്ടിയാൽ മതി. ഇങ്ങനെ നിൽക്കും. നമുക്ക് പാവയ്ക്ക ഇതിനകത്ത് കിടന്ന് തന്നെ വലുതാവും. കണ്ട, അതുപോലെ വലുതായ പാവയ്ക്കയാണ് ഇത്. ഒരു പക്ഷെ നമുക്ക് ഇവിടെ കൂടെ കയറ്റാൻ പറ്റാത്ത സാധനമാണെങ്കിൽ തിരിച്ച് ഇവിടെ കൂടെ, അതായത് ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ
മറു സൈഡിൽ ഇത്തിരി വലുതായതിനു ശേഷമാണ് നമ്മൾ കാണണമെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ ഇവിടെ കൂടെ കയറത്തില്ല. അപ്പൊ ഇതുപോലെ മറു സൈഡിലൂടെ ആക്കിയത് ഇങ്ങനെ അടച്ച് ഇങ്ങനെ അങ്ങ് തൂക്കിയിരുന്നാൽ മതി. കണ്ട ഇതുപോലെ കിടന്ന് വലുതാവും. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാവോ? നമുക്കിനി ഇതിനെ അടർത്തിയെടുക്കണം എന്ന് വേണമെങ്കിൽ എങ്ങനെ അടർത്തുമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇതാ ഇതുപോലെ. ഇതിപ്പോ ഏകദേശം അടർത്താതെയാണ്. നമ്മളിതിനെ ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം. പൊട്ടിച്ചിട്ട് ഇതാ കണ്ടോ, ഈ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഇതാക്കിയെടുക്കാം. കണ്ടോ ഇങ്ങനെയുണ്ട്? കൊള്ളാവോ സൂത്രം? ഈ കുപ്പി നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ ഈ കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെത്തുപോകും. കുപ്പിയാകുമ്പോൾ നമുക്കിനി അടുത്ത പാവക്കയിലോട്ടും ഇത് വീണ്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതുപോലെ നിങ്ങൾ ട്രിക്ക് കണ്ടോ കണ്ടോ കണ്ട എത്ര എണ്ണം കെട്ടിയിട്ടിരിക്കുന്നു. ഇത് കവർ കുപ്പി തികയാതെ വന്നതാണ് ഈ കവർ കെട്ടിയതാ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ട് എന്റെ പുതിയ വിദ്യ? കൊള്ളാവോ? പാവക്കയും 5-6 വെണ്ടക്കയും കൂടെ ഞാൻ ഇന്നത്തെ ആവശ്യത്തിനുള്ള അതുകൂടെ ഒന്ന് അടർത്തട്ടെ. ഇതുപോലെ അടർത്തി എടുക്കണം. കണ്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ കൂടെ വലിച്ചിങ്ങനെ എടുക്കാം. കണ്ട 3 മതി. ഇനി 5-6 വെണ്ടയ്ക്ക നിൽക്കുന്നത് അതും കൂടെ അടർത്തിയിട്ട് വരട്ടെ. കണ്ട ഇത്രയും പാവക്കയും ഇത്രയും വെണ്ടക്കയും ഇത്ര പച്ചമുളകും കൂടെ ഞാൻ അടർത്തി. ഇത് കണ്ട വേപ്പും പിണ്ണാക്ക് ഞാൻ കുതിർത്ത് അഴുവി പരുവായിരിക്കുന്നു. 2 ദിവസമായി. കണ്ട ഇത് കണ്ട കഞ്ഞിവെള്ളം. ഇതും 2-3 ദിവസമായ കഞ്ഞിവെള്ളം ഞാൻ ശേഖരിച്ച് വെച്ചതാണ്. ഇത് കണ്ടോ, ഇത് ചാണകം. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ 2 ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് ചെടികളെ മൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ 2 ഇരട്ടി വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. 1 2 കണ്ട. എന്നിട്ട് ഓരോ കപ്പ് വീതം നമുക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. ഏതിന് വേണോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഉപയോഗിച്ച പൂവും കായും വന്ന് നമ്മൾ നട്ട് കഴിഞ്ഞ് നല്ല ഫലം നമുക്ക് കിട്ടും. 15 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാലെന്ന് വെച്ചാൽ അതിന്റെ മൂട്ടി പിടിച്ചു വരാൻ സമയമെടുക്കും. ഇത് ലിക്വിഡ് പരുവം, വെള്ളം പരുവം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെടി വലിച്ചെടുക്കും. എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു വീഡിയോ വരുന്നത് വരെ ബായ്.